ഹലോ ഡീസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇത് പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. ഇത് എടുക്കണമെന്ന് പ്രതീക്ഷിച്ചിരുന്നൊന്നും അല്ല, പെട്ടെന്ന് വന്നൊരു സംഭവമാണ്. അതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പുറത്തോട്ട് പോവാണ്. അപ്പോൾ കേശപ്പം കുറച്ച് ദിവസമായിട്ട് ഒരു സാധനം വേണമെന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കുണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വഴക്കുണ്ടാക്കുന്ന ഉടനെ സാധനം വാങ്ങിച്ചു കൊടുക്കണ്ട എന്നുള്ളൊരു അഭിപ്രായക്കാരിയാണ് ഞാൻ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ച് ദിവസമായിട്ട് നീട്ടി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചേ വെക്കേഷൻ ആകുമ്പോൾ വാങ്ങിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നായപ്പോൾ വൈകുന്നേരത്ത് കേശപ്പൻ്റെ വല്ലിച്ചൻ വിളിച്ചിട്ട് പറഞ്ഞത് ഈ സാധനം വാങ്ങിച്ചു വെച്ചിരിക്കുന്നു, പോയി എടുത്തോളാനെന്ന്. അപ്പോൾ സാധനം കണ്ടല്ലോ, ക്യാരം ബോർഡാണ് കേട്ടോ. അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെയായിരുന്നു വാങ്ങിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് ചെന്ന് എടുത്താൽ മതിയായിരുന്നു. അപ്പം കേശപ്പനെ അറിയില്ല കേട്ടോ, ഞങ്ങൾ മീൻ വാങ്ങിക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും അവൻ സർപ്രൈസ് ആകും, കുറേ ദിവസം കൊണ്ടേ വഴക്കാണല്ലോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് വെച്ചുകൊണ്ട് പോവാണ് കേട്ടോ. അത് ഈ അവസാനം ഞങ്ങളൊരു മതിൽക്കെട്ടിനപ്പുറം ഇപ്പുറം ഇരിക്കുന്ന പോലെ ഇപ്പോൾ ഇത് വാങ്ങിച്ചുകൊണ്ട് ഞാൻ പോയത്. പിന്നെ നേരെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ ആദ്യമേ അകത്ത് കയറിയേ. അപ്പോൾ കേശപ്പൻ കളിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയായിരുന്നു. പിന്നെയാണ് രഘുചേട്ടൻ വന്ന് ഡോറ് തുറന്ന് കയറുന്നത്. അത് മാത്രം പൊട്ടിയില്ലേ? അതല്ല മക്കളെ, അത് നീ പൊട്ടിയെടുക്കാം. അങ്ങനെ അവൻ ശരിക്കും സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നേ. കാര്യം കുറച്ച് ദിവസം കൊണ്ടേ വഴക്കുണ്ടാക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഇത് വാങ്ങിച്ച് കൊടുക്കുന്നില്ല. കുറേ ദിവസം അവൻ പ്രതീക്ഷിച്ചായിരുന്നു. ഇപ്പോൾ രഘുചേട്ടൻ പുറത്ത് പോയിട്ടൊക്കെ വരുന്ന ഉടനെ അവനിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു വാങ്ങിച്ചുകൊണ്ട് വരുമോ എന്നൊക്കെ. പിന്നെ കിട്ടാതായപ്പോൾ തന്നെ അവന് മനസ്സിലായി വാങ്ങിക്കത്തില്ല എന്നുള്ളത്. അപ്പോൾ അതങ്ങ് മറന്ന് തുടങ്ങുമായിരുന്നു. ആ സമയത്താണ് ഇതിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഞങ്ങളൊന്നും ഇത് പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ ഇതേ പൊട്ടിച്ച് വെച്ച് അപ്പോൾ തന്നെ കളിയൊക്കെ തുടങ്ങി കേട്ടോ. ഒന്നിനും ഞങ്ങളെ തൊടാൻ സമ്മതിക്കുന്നില്ല. എല്ലാം അവൻ തന്നെ ഒറ്റയ്ക്ക് എല്ലാം അറിയാവുന്ന ഭാവത്തിലൊക്കെ കേട്ടോ. അപ്പോൾ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ അതേ വൈകിട്ടത്തേക്കുള്ള ഫുഡൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ രഘുചേട്ടന് തെരളി വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ തീർന്നുകൊണ്ട് വീണ്ടും അമ്മയുടെ കയ്യിൽ നിന്ന് എടുപ്പിച്ചുകൊണ്ട് വന്നത്. ഈ അമ്മ ഒരു പുട്ട് ഉണ്ടാക്കി കൊണ്ട് വന്നിട്ടുണ്ട്. ചോറ്, ചമ്മന്തി, പിന്നെ മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളിനി മീനൊക്കെ ഇന്ന് മുതലാണ് കഴിക്കാൻ തുടങ്ങുന്നത് കേട്ടോ, പൊങ്കാലയൊക്കെ കഴിഞ്ഞതിന് ശേഷം. അങ്ങനെ കേശപ്പം പിന്നെ കളി അതിൽ തന്നെയായി. ഇതേ ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞങ്ങൾ 4 പേരും കൂടി ഇരുന്നിട്ട് പിന്നെ ഒരു റൗണ്ട് ഒരു കളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.